മഹാഭാരതം എപ്പിസോഡ് 14 ചാപ്റ്റർ 4 ബ്രൈഡ് ഫോർ 5. ചാപ്റ്റർ 4ൻ്റെ പേരെന്താണ് കുട്ടാ? എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചപാണ്ഡവന്മാരിന്റെ ബ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കല്യാണ പെണ്ണ്. ബ്രൈഡ് ഫോർ 5 എന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണ്, 5 പേർക്കുള്ള കല്യാണ പെണ്ണ്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് ഘടോത്കചന്റെ ജനനമാണ്. ഭീമസേനൻ എന്താ ചെയ്ത? രാക്ഷസനെ കൊന്നു. രാക്ഷസനെ കൊന്നിട്ട് ഹിഡിംബിനെ വിവാഹം കഴിച്ചു. ഹിഡിംബിനെ വിവാഹം കഴിച്ചിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടായി. കുട്ടിയുടെ പേരാണ് ഘടോത്കചൻ. അങ്ങനെ പോകുമ്പോൾ അവർ കുറേ കാലങ്ങൾ ഇങ്ങനെ കുറേ മലകളും കാടുകളും ഒക്കെ താണ്ടി കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടോ. അവര് ദൂരെ എവിടെയെങ്കിലും പോയി താമസം മാറാൻ വേണ്ടി ഇവർ ഇങ്ങനെ കുറേ കാട്, പുഴകൾ, മല, കുളം ഇതൊക്കെ കടന്ന് കുറേ ദൂരം പോയി. അവർ ഏത് ദിശയിലാണ്, എങ്ങനെയാണ്, എവിടേക്കാണ് പോകണമെന്നുള്ളത് അവർക്ക് തന്നെ വലിയ പിടുത്തമില്ലാത്ത സമയത്ത് അപ്പോൾ കുന്തി ദേവി ഒരു ദിവസം ഇവരോട് ചോദിച്ചു, യുധിഷ്ഠിരയിലെ മൂത്ത മകൻ, നീ എവിടേക്കാ പോകണമെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? നമ്മൾ എവിടെയാണ് ഈ യാത്ര അവസാനിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ മൂത്ത മകനല്ലേ കുന്തി ദേവിയുടെ യുധിഷ്ഠിരൻ എന്താ മറുപടി പറയാ? ഇല്ല, എനിക്ക് ശരിക്കും കൃത്യമായിട്ട് ഏത് വഴിക്കാ പോണത്, നമ്മൾ ഹസ്തിനപുരത്തേക്കാണോ പോണതെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ് ശരിയായ ദിക്കിലേക്കാണോ ശരിയായ വഴിയിലേക്കാണോ എവിടെയാണ് നമ്മൾ ചെന്നെത്താൻ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് പറ്റി? ഒരു ദിവസം ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പുഴ ഉണ്ടായിരുന്നു. ഈ പുഴയുടെ ഓരത്ത് ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. അതാരാണ് എന്നിവരിങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് അടുത്ത് ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതാരാണ്? വ്യാസൻ. ആരാണ് വ്യാസൻ? വ്യാസനാണ് മഹാഭാരതം എഴുതിയ ആള്. ഈ മഹാഭാരത കഥയില്ലേ, അച്ഛൻ പറഞ്ഞു തരുന്നില്ലേ കുട്ടിക്ക്? അച്ഛൻ പറഞ്ഞു തരുന്ന RK നാരായണൻ്റെ ചെറിയ വെർഷനാണ്. മഹാഭാരതം വലിയ മഹാഭാരതമാണെന്ന് വെച്ചാൽ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു തന്നില്ലേ, അതിനെ ചുരുക്കി ചെറുതാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ കഥ കേൾക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ വ്യാസനെ കണ്ടു കേട്ടോ. പെട്ടെന്ന് വ്യാസനെ കണ്ടു. വ്യാസൻ പറഞ്ഞു, യു സീ ദോസ് 2 paths, follow the one to your left and you will arrive at a town called as Ekavritta. There you will be quite safe from observation. You will have to behave like Brahmins and live quietly and bide your time. Your fortunes will change and circumstances will change, but be patient. Ahead, I see victory for your principles. Have no doubt that you will again live in your palace rule the country, distribute gifts and alms to the needy, and perform grand sacrifices such as Rajasuya and Ashwamedha. പണ്ട് വലിയ രാജാക്കന്മാരൊക്കെ രാജസൂയ, അശ്വമേധം എന്ന് പറഞ്ഞിട്ടുള്ള യാഗങ്ങളൊക്കെ കഴിക്കും കേട്ടോ.
ഈ അശ്വമേധം എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞുതരാം അശ്വമേധത്തിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ. വ്യാസ മഹർഷി എന്താ പറഞ്ഞ, നിങ്ങൾ പോണ വഴിക്ക് 2 പാതകൾ കാണും. അതിനകത്ത് ഇടതുപക്ഷം ചേർന്നിട്ടില്ല ലെഫ്റ്റിലുള്ള പാതയിൽ കൂടെ നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏകവൃത പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തും. അവിടെ ആവുമ്പോൾ നിങ്ങളെ ധൃതരാഷ്ട്രയുടെ മക്കളായ ദുര്യോധനനിൽ നിന്ന് നിങ്ങളെ അത്ര വേഗം ശ്രദ്ധയിൽ പെടില്ല. നിങ്ങൾക്കത് ഒളിഞ്ഞു താമസിക്കാം. നിങ്ങൾക്കൊരു ബ്രാഹ്മണന്മാരെ പോലെ ആയിട്ട് ആ പറയുന്ന ഗ്രാമത്തിൽ ഒളിഞ്ഞു താമസിക്കാൻ സൗകര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് വിജയം വൈകിയേ വരുള്ളൂ എങ്കിലും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്നായാലും ഒരു ദിവസം വിജയം തീർച്ചയായിട്ടും വരും. ഇങ്ങനെ നിങ്ങളൊരു ദിവസം വീണ്ടും രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് നിങ്ങൾ ജീവിക്കും. അന്നേരം നിങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്കും മറ്റേ രാജ്യത്തിലെ എല്ലാവരും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് പോവാം, ആ സ്ഥലത്തേക്ക് പോവാം. ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമാധാനത്തിന് തൽക്കാലം ജീവിക്കാനും നിങ്ങളുടെ ശ്രദ്ധ മറ്റേ രാജാക്കന്മാരായ ധൃതരാഷ്ട്രയുടെ മക്കൾക്കൊന്നും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഏകവൃത എന്ന് പറഞ്ഞ സ്ഥലത്ത് വ്യാസൻ എന്ത് ചെയ്ത് ഒരു കുടുംബത്തിൽ കുറച്ച് ഇവർക്ക് താമസിക്കാൻ വീടും കാര്യങ്ങളൊക്കെ വേണമല്ലോ. വ്യാസൻ എന്ത് ചെയ്തു, പാണ്ഡവന്മാർക്ക് ഒരു ചെറിയ ഒരു കുടുംബത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ കുടുംബത്തിൽ നിങ്ങൾ തൽക്കാലം ഈ കുടുംബത്തിലുള്ളവരുടെ കൂടെ നിങ്ങൾ തൽക്കാലം ജീവിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ നിങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കണമല്ലോ. കാരണം ഈ കുടുംബത്തിലെല്ലാവരും സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഉറങ്ങിയോ കുട്ടി? അങ്ങനെ യുധിഷ്ഠിരൻ എന്ത് ചെയ്ത, യുധിഷ്ഠിരൻ്റെ ധർമ്മത്തിൻ്റെ യുധിഷ്ഠിരൻ്റെ ഫിലോസഫി എന്ന് പറയുന്ന ഒരു വിഷയമാണ് കേട്ടോ. ഫിലോസഫി എന്താണെന്നുള്ളത് അച്ഛൻ പറഞ്ഞുതരാം. ഫിലോസഫി നമ്മൾ ഒരുപാട് ചിന്തകൾ, നമ്മുടെ ആശയങ്ങൾ എന്നൊക്കെ പറയും. അതായത് നമ്മുടേതായ ചില വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റേ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു, തൻ്റേതായ ഇതിൽ ജീവിതം ഈ പറയുന്ന ഏകവൃതയിൽ ദിവസേന എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. അവർ പെട്ടെന്ന് ബ്രാഹ്മണന്മാരുടെ വേഷം കെട്ടിയിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവർ മറ്റേ ആ ഏകവൃത എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഭിക്ഷ എടുക്കാനൊക്കെ പോയി. ഭിക്ഷ എടുത്തിട്ടാണ് ബ്രാഹ്മണന്മാർ പണ്ട് ജീവിക്കുക. ഭിക്ഷ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണവും താമസ സ്ഥലവും സൗകര്യങ്ങളും വേറെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ പണ്ട് ആൾക്കാർ കൊടുത്തിരുന്നു. ഇപ്പോഴും ആൾക്കാർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണെന്ന് മാത്രമാണ് അന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഭീമൻ എന്ത് ചെയ്യും, ഇവരെല്ലാവരും കൂടി പോയി കുറേ സാധനങ്ങൾ, ഭിക്ഷയിൽ കിട്ടുന്ന ചോറ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് അവരുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കും. എല്ലാ ദിവസവും അത് കൊടുക്കും കേട്ടോ. എപ്പോഴും ഭീമൻ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം ഭീമന് കൂടുതൽ ഭക്ഷണം എല്ലാവരും കൊടുക്കും. അങ്ങനെ ജീവിതം ആ പറയുന്ന ഗ്രാമത്തിൽ ഇവരിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയോ? അങ്ങനെ ഉള്ള ദിവസം അങ്ങനെ ഇവരിങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ വീടുകളിലായിട്ട് ഭക്ഷണമൊക്കെ വാങ്ങി ഇവർ ഇതാക്കിയിട്ട് ഏകവൃതയിൽ ഈ കുടുംബത്തിൻ്റെ കൂടെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം പെട്ടെന്നൊരു സന്യാസി അവിടെ വന്നു. ഉറങ്ങിയോ? ഈ സന്യാസി വന്നതിന് ശേഷമുള്ള കഥ, സന്യാസി എന്താണ് പറയാൻ പോണതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാളെ നോക്കാം കേട്ടോ.
ബ്രൈഡ് ഫോർ 5 എന്ന 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 2-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇവിടെ നമ്മൾ ഇവർ വനവാസം കാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് ഏകവ്രത എന്നുള്ള ഗ്രാമത്തിലേക്ക് വരികയും അവിടെ തുടങ്ങിയതും ആണ് നമ്മളത് കണ്ടത്. ഇതുവരെ ഈ കഥ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് ഈ സന്യാസി വന്നാൽ എന്താ ചെയ്യാവുന്നുള്ളത്, എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ്.